സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് ബന്ദായി, ജനജീവിതം സ്തംഭിച്ചു, പെരുവഴിയിലായി യാത്രക്കാർ. കോഴിക്കോട് പുതിയങ്ങാടിയിൽ സ്കൂൾ ഗേറ്റ് പൂട്ടി, പ്രതിഷേധിച്ച അധ്യാപകർ. രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിൽ. പണിമുടക്കിനെ ചൊല്ലി രാഷ്ട്രീയ വാക്പോര്, കാലഹരണപ്പെട്ട രീതികൾ മാറ്റണമെന്ന് വി.ഡി. സതീശൻ. കുറെ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പണിമുടക്കുമ്പോൾ ചില കരിങ്കാലികളും ഉണ്ടാകുമെന്ന് എളമരം കരി. മൗലിക അവകാശങ്ങൾ തകർക്കുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ദേശസ്നേഹമുള്ളവർ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന ഒരു സ്ഥിതി വരുത്തിയത് UDF ചെയ്തത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഭാരത് ബന്ദ് കേരള ബന്ദ് മാത്രമായി ഒതുങ്ങിയെന്ന് ശശി തരൂർ. $3.25 ലക്ഷം കോടിയുടെ വമ്പൻ കരാറിന് പ്രതിരോധ വകുപ്പ്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അനുമതി നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. നീക്കം ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെ. കേരള സർവകലാശാല VC-ക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. വിദ്യാർത്ഥി യൂണിയൻ അസാധുവാക്കിയ നടപടി റദ്ദാക്കി. യൂണിയന് കാലാവധി പൂർത്തിയാകുന്നതുവരെ തുടരാം. ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതി. സ്വർണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത്. ജീവനക്കാരുടെ പണമിടപാടുകളിലേക്കും അന്വേഷണം. ഉത്തരവിട്ട ഹൈക്കോടതി. തിരുവാഭരണം മുൻ കമ്മീഷണർക്ക് ജാമ്യം. KP ശങ്കർദാസ് വീണ്ടും റിമാൻഡിൽ. പുതുയുഗയാത്രയ്ക്കിടയിലെ ഉന്തിലും തള്ളിലും ന്യായീകരണവുമായി കോൺഗ്രസ്. മാധ്യമങ്ങളെ പഴിച്ചു പ്രതിപക്ഷ നേതാവ്. ഷാഫിയുടെ പെരുമാറ്റത്തിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി. ഭരണ തുടർച്ച വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് സച്ചിദാനന്ദൻ. CJ റോയുടെ ആത്മഹത്യയിൽ IT ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവില്ലെന്ന SIT. ജീവനൊടുക്കിയ ദിവസം ചോദ്യം ചെയ്തിരുന്നില്ല. മരണത്തിലേക്ക് നയിച്ചത് മാനസിക സമ്മർദ്ദമെന്ന നിഗമനം. അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗം ക്വട്ടേഷൻ എന്ന വാദം തള്ളി പോലീസ്. പിന്നിൽ ഗുണ്ടാ പിരിവിനെ ചൊല്ലിയുള്ള തർക്കം. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഹൈക്കോടതി.